Hi all, in this video we are going to discuss about life skills KTU exam case study. Case study in the sense KTU question paper life skill question paper 50 marks 25 marks case study ക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കേസ് സ്റ്റഡി നന്നായിട്ട് ആൻസർ ചെയ്താൽ you can even get the pass marks അല്ലേ. അപ്പോൾ ആ ഒരു 25 ആണ് പാസ് മാർക്ക്. അപ്പോൾ ആ ഒരു 25 മാർക്സ് ഈ കേസ് സ്റ്റഡിയിൽ നിന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ സ്കോർ ചെയ്യാം. അപ്പോൾ I have included a previous question paper എന്നുള്ള ഒരു കേസ് സ്റ്റഡി ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. Let's see the question. Professor Tilak is a senior faculty in a reputed engineering college in India. In the present academic year, he is guiding Mr. Kiran for the final year MTech project work. In August, Mr. Kiran has chosen a topic and is approved by the guide. However, after selecting the topic, he joined a coaching center to prepare for public sector jobs. His plan was to get a job as early as possible due to financial problems. Until February, he ignored the MTech project and didn't work for it. Professor Tilak sent repeated reminders during this period. Every time Mr. Kiran replied that the work is in progress and he will send the progress report as early as possible. However, he neither sent the progress report nor met the professor in person. അപ്പോൾ കേസ് നമ്മൾ പഠിച്ചു. അതായത് കിരൺ എന്ന് പറഞ്ഞ ആള് who joined for MTech in a reputed engineering college under the guidance of Professor Tilak. അപ്പോൾ പ്രൊഫസർ പറഞ്ഞിട്ടും ആള് MTech പ്രോജക്റ്റിൻ്റെ വർക്കൊന്നും ചെയ്യാതെ പബ്ലിക് സെക്ടർ ജോബിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ്ങും പ്രിപ്പറേഷനുമായിട്ട് നടന്നു. അപ്പോൾ ഫെബ്രുവരി ആയി, പ്രൊഫസർ തിലക് കുറേ റിപ്പീറ്റഡ് റിമൈൻഡേഴ്സ് കൊടുത്തെങ്കിലും ആള് അതിന് ഫേക്കായിട്ട് വർക്ക് ഇൻ പ്രോഗ്രസ് എന്നൊക്കെ റിപ്ലൈ ചെയ്ത് വീണ്ടും എക്സാമിന് വേണ്ടി കോച്ചിങ്ങിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ പ്രൊഫസർ തിലകിനെ ഒന്ന് പോയി മീറ്റ് ചെയ്യാനോ ഒന്നും ആൾ ശ്രമിച്ചില്ല. റൈറ്റ്, അതാണ് നമ്മുടെ കേസ്. ഇനി നമുക്ക് ലെറ്റ് സി. In February, Mr. Kiran understood that he would not finish the work in specified time. After that, he downloaded a similar work from the internet and made some changes and sent it to the professor as the final project report. Professor Tilak checked the report using a plagiarism checker software. അപ്പോൾ പ്ലാഗിയറിസം എന്ന് പറഞ്ഞാൽ എന്താ? മറ്റൊരാളുടെ വർക്ക് കോപ്പി ചെയ്യുക. റൈറ്റ്, ഇൻ കേസ് ഓഫ് വീഡിയോസ് ഓർ സംതിങ് ഇറ്റ് ഇസ് കോൾഡ് പൈറസി ഇല്ലേ? അതേപോലെ മറ്റൊരാളുടെ ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് കോപ്പി ചെയ്യുന്നതിന് പ്ലാഗിയറിസം എന്ന് പറയുന്നത്. ആ ഒരു പ്ലാഗിയറിസം ചെക്കർ സോഫ്റ്റ്വെയർ വെച്ച് നോക്കിയപ്പം പ്രൊഫസറിന് മനസ്സിലായി മിസ്റ്റർ കിരൺ ഹാസ് done plagiarism. But the software reported 90% similarity to the previous published works. Furious with the student, Professor Tilak reported the matter to HOD. ഇതാണ് നമ്മുടെ കേസ്. Now let us see the questions, analyze the questions. Identify the key players in the case. Key players എന്ന് പറഞ്ഞാൽ അതിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ആൾക്കാർ. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. യു ക്യാൻ സി അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പേരാണ് പ്രൊഫസർ തിലക് ആൻഡ് മിസ്റ്റർ കിരൺ. റൈറ്റ്, അപ്പോൾ ഈ 2 പേര് എഴുതി കഴിഞ്ഞാൽ 2 മാർക്ക്. ഓക്കെ, ഇനി വാട്ട് ഡിസിപ്ലിനറി ആക്ഷൻ ഷുഡ് മിസ്റ്റർ കിരൺ എക്സ്പെക്ട് ഫ്രം HOD? അപ്പോൾ ഇതിന് 4 പോയിന്റ്സ് എഴുതിയാൽ മതി. ഐ ഹാവ് ഇൻക്ലൂഡഡ് എ ഫ്യൂ 6 or 7 പോയിന്റ്സ്. ഇതിൽ 4 പോയിന്റ്സ് എഴുതിയാൽ മതി. ഇറ്റ് ക്യാൻ ബി സസ്പെൻഷൻ, ഡിസ്മിസൽ ഫ്രം ദി യൂണിവേഴ്സിറ്റി, ഡീബാറിംഗ് ഫോർ എ കോഴ്സ് ഓഫ് ടൈം, കോഴ്സ് ഫെയിലിയർ, ആ കോഴ്സ് ഫെയിലിയർ ആക്കി, substantial fines, rework on the topic afresh by giving him extension, by again paying the fees, loss of credit or grade in the project. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു 4 പോയിന്റ്സ് യു ക്യാൻ റൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഏതൊക്കെയാണോ അത് ഇതിന് ഇതുപോലെ എഴുതുക. വാട്ട് വിൽ ബി ദ ആക്ഷൻ ടേക്കൺ. അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ദ മാർക്സ് യു ക്യാൻ റൈറ്റ് ദ നമ്പർ ഓഫ് പോയിന്റ്സ് ടു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ വീണ്ടും ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല. വാട്ട് ഈസ് ദ ഡിസിപ്ലിനറി ആക്ഷൻ എന്ന് പറയുമ്പോൾ യു ക്യാൻ റൈറ്റ് ഇറ്റ് ഇൻ പോയിന്റ്സ്. ഒരു സെൻറ്റൻസ് ആയിട്ട് എഴുതിയാൽ മതി. ഹി ക്യാൻ ബി സസ്പെൻഡഡ് ഫോർ ദിസ് മച്ച് ടൈം, ഓർ ഹി ക്യാൻ ബി debarred ഫ്രം റൈറ്റിംഗ് ദ എക്സാംസ് ഫോർ സോ മച്ച് ഓഫ് ടൈം or getting the results, or he can be dismissed from the university. He can have a course failure without attending any exams or assessment reviews, everything.
or he can be heavily penalized with the fine, monetary, in monetary aspects, or he should start working on the topic afresh, something like that, or he will be losing credit. അതൊരു സെന്റൻസ് ആയിട്ട് അങ്ങ് എഴുതിയ 4 മാർക്ക്. ഓക്കെ. Coming to the next question, what are the ethical issues associated with this case? Ethical issues 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ 5 പോയിന്റ്സ് എഴുതുന്നതായിരിക്കും ഏറ്റവും നല്ലത്. We can write a few points like plagiarism is a serious crime. അപ്പോൾ ഒരു it is an indisciplinary method, right? Taking someone else's work. ഒരു theft ആണത് actually. He is stealing work from others. It leads to loss of reputation. ആ ഒരു അക്കാഡമിക് അല്ലെങ്കിൽ സോഷ്യൽ ആണെങ്കിലും അങ്ങനെ എല്ലാ തരത്തിലുള്ള ഒരു റെപ്യൂട്ടേഷൻ പോയി കിട്ടും. It is unethical because of his dishonesty, അല്ലെങ്കിൽ theft or stealing someone else's work. Violation of academic integrity, and it is also about breach of journalistic ethics. ഇങ്ങനെ പല ethical issuesഉം ഇതിനകത്തുണ്ട്. You can add more points whatever you feel is right. Now, if you were in place of Mr. Kiran, what will be your course of action from the beginning of the project work? അപ്പോൾ what will you do in his if you are in his place? അപ്പോൾ തുടക്കം തൊട്ട് പ്രോജക്റ്റ് വർക്ക് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ എന്തൊക്കെ ചെയ്യും? You are the student, you have registered for this course or program. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതായിരിക്കണം നമ്മളുടെ പ്രൈമറി thing, right? Primary aim. അപ്പോൾ you should start working from the beginning itself, such that you can complete the work on time. ബാക്കി പഠനങ്ങൾക്കൊക്കെ നമ്മൾ സമയം കണ്ടെത്തണം, റൈറ്റ്? ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആർ ഓൾസോ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് മീറ്റ് ചെയ്യാൻ നമ്മൾ അതിനുള്ള ഒരു ടൈം മാനേജ്മെൻറ്റ്, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. പങ്ക്ച്വാലിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ് ആസ് എ സ്റ്റുഡൻറ്റ്. സോ പങ്ക്ച്വലായിട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുക. ആൻഡ് റെഗുലർ മീറ്റിംഗ് വിത്ത് യുവർ ഗൈഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വെൻ യു കം ടു such a stage in studies. പിന്നെ ask for an extension to submit the project after preparing well. അപ്പോൾ ഒരു എക്സ്റ്റൻഷന് വേണ്ടി നമുക്ക് പ്ലീഡ് ചെയ്യാം, റൈറ്റ്? ബിക്കോസ് ഇതൊക്കെയാണ് എൻ്റെ സിറ്റുവേഷൻ, സോ ആൻഡ് സോ പ്ലീസ് ഡു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഗിവ് മി ആൻ എക്സ്റ്റൻഷൻ എന്ന് ചോദിച്ച് HODക്ക് ത്രൂ ഹിസ് ഗൈഡ് he could have given a request. Attention to details. അപ്പം ഏതെങ്കിലും ഒരു വർക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് യു ഷുഡ് ചെക്ക് ഫോർ എറേഴ്സ്. എന്തെങ്കിലും മൈന്യൂട്ട് എറേഴ്സ് പോലും വരാതെ നോക്കുക എന്നുള്ളത് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് വെൻ യു ബിക്കം project, you start working with a company or something, you should see that there are no errors before submission, അല്ലേ? It should start right from your college days. അപ്പോൾ പ്ലാഗറൈസ്ഡ് കണ്ടന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇൻ കേസ് ഇപ്പം നമ്മളൊരു സെൻറ്റൻസ് എഴുതിയാലും ഇൻ കേസ് ഇഫ് ദർ ഇസ് സം പ്ലാഗറൈസ്ഡ് കണ്ടന്റ്, അത് നമ്മൾ ആ സോഫ്റ്റ്വെയറിൽ ചെക്ക് ചെയ്യുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കിയാൽ അറിയാം ദറ്റ് എന്തെങ്കിലും ഒരു ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടോ. അപ്പോൾ അത് മാറ്റി ഷുഡ് ബി പ്ലാഗറിസം ഫ്രീ കണ്ടന്റ് before submission. Work honestly and in a disciplined and systematic approach towards the completion of project. Whatever you think is right, you can do. You can add points to this question. Now, next question is, do you consider plagiarism as a serious offense? What are the problems associated with plagiarism? It is unethical because it is stealing others' work. It is stealing others' work, or it is about copying someone else's effort. മറ്റൊരാളുടെ ഒരു കാര്യം എടുക്കുന്നത് പോലെ തന്നെ മറ്റൊരാൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വർക്ക് നമ്മൾ സ്റ്റീൽ ചെയ്യാണ്. ഇറ്റ് ഈസ് വെരി അൺഎത്തിക്കൽ, ഡിസ്ഹോണസ്റ്റ്. And it is about violation of academic integrity, as I told. It leads to loss of reputation. അത് മാത്രമല്ല, അപ്പം അങ്ങനെ ഒരു ബ്ലാക്ക് മാർക്ക് നമുക്ക് ഉണ്ടെങ്കിൽ that will be known because when you right from your MTech you are starting with your career, അല്ലേ? അപ്പോൾ ആ ഒരു ജോബ് പ്രോസ്പെക്ട്സ് അല്ലെങ്കിൽ കരിയർ പ്രോസ്പെക്ട്സ് ഒക്കെ കുറഞ്ഞു പോകും. In the sense it will be diminished because there will be so many people who will be knowing you or your guide or your people around you. അപ്പം ഇങ്ങനെ ഒരു കാര്യം will result in a black mark. And it can also hinder your confidence, right? അപ്പോൾ ഇനി അങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ it will be like a haunting aspect.
The person who does plagiarism can be heavily fined, or he can even be sued in terms of copyright issues. He can be given for a trial based on these copyright issues. So that's all about case study. Do prepare well for your exams. Thank you.